സാൻഡ് പേപ്പർ കൊണ്ട് ഉരಸಿ വൃത്തിയാക്കിയ ഒരു ഇരുമ്പാണ് കോപ്പർ സൾഫേറ്റ് ലായനിയിൽ താഴ്ത്തുക. ഏതാനും മിനിറ്റിന് ശേഷം ആണി പരിശോധിക്കുക. ഇരുമ്പാണി ചെമ്പാണിയായി മാറിയിരിക്കുന്നു. നീല നിറത്തിലുള്ള കോപ്പർ സൾഫേറ്റ് ലായനി ഇലക്ട്രോ പോസിറ്റീവ് ആയതുകൊണ്ട് സിങ്ക് തകിടുകൾ വിവിധ ലായനികളിൽ. മുത്തശ്ശി, ദേ വിശ്വേട്ടൻ. വിശ്വേട്ടൻ എപ്പോഴാ വന്നേ? ഇന്നലെ രാത്രി. അപ്പൊ വീട്ടിൽ പോയില്ലേ? പോയി. മരിക്കുന്നതിന് മുമ്പേ നിന്നെ ഒന്നുകൂടെ കാണാൻ പറ്റുമെന്ന് കരുതിയതല്ല. വിശ്വേട്ടൻ പോയ പിന്നെ മുത്തശ്ശിക്ക് കഞ്ഞി വേണ്ട, വെള്ളവും വേണ്ട, കിടപ്പന്നെയായിരുന്നു. അതുകൊണ്ടൊന്നല്ല, വയ്യ, വിശപ്പില്ല. അമ്മയെ കണ്ടില്ലേ? കണ്ടു. അമ്മയ്ക്ക് സന്തോഷായോ? വളരെ സന്തോഷായി. പിന്നെ എന്താ വേഗം പോന്നേ? ഒരാഴ്ച അമ്മയുടെ കൂടെ നിക്കാറുന്നില്ലേ? വെറുതെ താമസിച്ചിട്ട് കാര്യമില്ലല്ലോ. എന്തെങ്കിലും ജോലി നോക്കണം. ഇടയ്ക്ക് പോയി കാണാലോ. കൊല്ലപ്പണി പഠിച്ചോ? ഇനി ഇവിടെ തന്നെ തങ്ങാമെന്നാ വിചാരിക്കുന്നത്. ഈ നാടൻ ഇഷ്ടപ്പെട്ടു തോന്നണോ? ഈ നാട് മാത്രമല്ല, നിങ്ങളെല്ലാവരും ഇഷ്ടായി. ഞങ്ങളുടെ ഭാഗ്യം. വിശ്വേട്ടനോട് ഉണ്ടാവുമ്പോ പലർക്കും ഒരു പേടിയുണ്ട്. മെനഞ്ഞാന്ന് രാത്രി ആ കുമാരൻ പിന്നെ വന്ന് ചീത്ത വിളിച്ചു. അതവന് കിട്ടിയത് പോരാഞ്ഞിട്ടാ. ഇനിയും തല്ലു കൂടിക്കണോ? അതൊന്നും സാരല്ല, അതങ്ങനെ കിടക്കും. അല്ല, ഒരു ചങ്ങാതി വന്നേണ്ടല്ലേ? അതെ. വിശ്വേട്ടന് ക്ലോസ് ഫ്രണ്ട് ആണോ? എന്താ ചോദിച്ചേ? ഒന്നുമില്ല, അവൾക്ക് ചന്തം പിടിച്ചിട്ടുണ്ടാവില്ല. എന്റെ കാര്യമാണല്ലോ പറയണത്. അല്ല, മോനും അവിടെ എന്റെ മോൻ ദാമുവിന്റെ വിവരം ഒന്നും കിട്ടിയില്ല അല്ലേ? ഇവൻ താമസം വേറെ അടുത്താ. അതുകൊണ്ട് ദാമുമായിട്ട് അത്ര പരിചയമുണ്ട് അല്ലേ? പൊതുയോഗം കഴിഞ്ഞില്ലേ? ഇതാണോടി പഠിപ്പ്? പോയി വായിക്കടി. കൊഞ്ചാൻ നിന്ന് അങ്ങനെ നിൽക്കും ശവം. ഇന്ന് പണിക്ക് ഇരിക്കണ്ടേ? സഭ കൂടി നിന്നാ മതിയോ? ഞാൻ വിശ്വം വന്നപ്പോ അങ്ങനെ മുത്തശ്ശി അതിന് വല്ലതും കൊടുക്കണമെങ്കിൽ കൊടുക്ക്. കരയണ കേട്ടില്ലേ? എന്താ ഇളിക്കണേ? ഒന്നുമില്ല. ഇതാ രാക്കമ്മയുടെ മോളാണോടാ? മോളല്ല, അമ്മ. നീ എന്താ വല്ല ചന്ദ്രനിലോ ചൊവ്വയിലോ പോകുന്നുണ്ടോ? അല്ല, ഒരു ആലോചന അല്ലെങ്കിൽ വല്ല പ്രേമത്തിലും പെട്ടോ? പ്രേമോ? എന്താ നിനക്കൊന്നുമില്ലേ? അപ്പുറത്ത് 3 സ്വയംഭൻ ചരക്കുകള്. നീ സിനിമയിലെ കാണുന്ന ഹീറോയെ പോലെ ഇവിടെ. ഈ കേരളം ഇത്രക്ക് നല്ലതാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ബോംബെയിലൊക്കെ വേറെ മേക്കപ്പ് അല്ലേ? ഇത് നല്ല സമയം. ഒരെണ്ണോട് കാച്ച്. എനിക്ക് വേണ്ട. എന്താ ഇതും നിർത്തിയ? ഇക്കണക്കിന് പോയാൽ നിന്റെ പേരിൽ പള്ളി പണിയേണ്ടി വരും. സെന്റ് വിശ്വം ചർച്ച്. ഈ ഉച്ച നേരത്ത്? അയ്യടാ, ഉച്ചക്ക് കാച്ചാത്തൊരു മോൻ രാക്കമ്മയുടെ കയ്യിൽ നിന്ന് നിരന്നു വാങ്ങിയ പണം കൊണ്ട് കട്ടനടിച്ചിട്ട് വെയിലത്ത് പോയി മൂക്കാന്ന് എന്റെ തന്തയാ. പിടിക്കണ. ആ വേലുസ്വാമി അറിഞ്ഞ ഒന്നുമല്ലല്ലോ, അയാളൊരു സ്വാമിയല്ലേ? ആ സ്വാമിയെ വെള്ളം ഒഴിക്കാണ്ട കാച്ച. സ്വാമി കുടിക്കൂ? വിഴുങ്ങും. ഇതാ ഇങ്ങനെ. അപ്പോഴേ എന്താ നമ്മുടെ പരിപാടി? അതാ ഞാനും ആലോചിക്കണ. എന്ന് മടങ്ങാനാ നിന്റെ പ്ലാൻ? നിന്റെ പരിപാടി എന്താണെന്ന് പറ. ഞാനിനി ഇവിടെ എവിടെയെങ്കിലും അങ്ങോട്ട് കൂടിയാലോ എന്ന് ആലോചിക്കുക. അച്ഛാ, ഇവിടെ വന്നപ്പോഴാ മനസ്സിലാകണേ നീ പറഞ്ഞു നോക്കിയാ ശരി. ബോംബെയിലെ തിരക്കും ബഹളവും പിന്നെ രാക്കമ്മയുടെ ചവിട്ടും തുപ്പും എനിക്ക് മടുത്തു. അപ്പൊ നീ തിരികെ പോണില്ലേ? നീ ഇല്ലാണ്ട് ഞാൻ എങ്ങനെയാടാ? നിനക്കെന്താ എന്നെ പറഞ്ഞു വിടണമെന്നുണ്ടോ? ഞാനൊരു കുഴപ്പമുണ്ടാക്കൂല, സത്യം. 10-20 കൊല്ലമായിട്ട് നമ്മൾ ഒരുമിച്ചല്ലേ? നമുക്ക് ഒരുമിച്ച് തന്നെ ജീവിച്ചൂടെ? നീ അന്ന് പറഞ്ഞില്ലേ നമ്മള് നാട്ടിൽ പോയിട്ട് നമ്മളെ ആരും അറിയാത്തൊരു സ്ഥലത്ത് ജോലി ചെയ്ത് സന്തോഷമായിട്ട് ജീവിക്കാന്ന്. നീയും എന്നെ പറ്റിക്ക.
കുമാരേട്ടാ കുമാരേട്ട തല്ലിയ ബോംബെക്കാരനല്ലേ വിശ്വൻ? അയാള് വന്നിട്ടുണ്ട്. എവിടെ? മുതലാളിയുടെ ഷെഡിലുണ്ട്. ഞാനിപ്പോ ചായ കൊണ്ട് കൊടുത്ത് വന്നേ ഉള്ളൂ. എന്താ കുമാര, പണി നേരത്തെ നിർത്തിയോ? പണി ഞാൻ നിർത്തും. ആ തെണ്ടി നായിന്റെ മോൻ ഇവിടെ വന്നോ? ആരെ? വിശ്വനാഥൻ വന്നു. എന്റെ മടയിൽ ഒന്ന് കിട്ടിട്ട് എന്താണ് നീ എന്നെ അറിയിക്കത്തെ? അറിയിക്കണമെന്ന് നീ എന്നെ പറഞ്ഞേൽപ്പിച്ചിരുന്നോ? എന്നാൽ ഇപ്പൊ പറയണം. അവൻ ഇവിടെ വന്നാൽ അപ്പ എന്നെ അറിയിക്കണം. ഇല്ലെങ്കിൽ തന്റെ അവന്റെ പണി ഞാൻ തീർക്കും. എന്നാൽ അവര് പണി തുടങ്ങാൻ പോവാ. ദാ ആ ഭാഗത്തുണ്ട്. പഠിച്ചു കഴിഞ്ഞല്ലോ. 2 ദിവസം കൊണ്ട് പരിചയവും. പിന്നെ എളുപ്പാ. കൈവേദനയിട്ടാ? ഇല്ല. എന്തുപറ്റി? എനിക്ക് ഈ പണി പറ്റില്ല. മൂപ്പർക്ക് പരിചയമില്ലാത്തോണ്ടാ. പരിചയമുള്ള പണി ഇവിടെ ചെയ്യാൻ പറ്റില്ലല്ലോ. ഇങ്ങോട്ട് പറഞ്ഞാ നോക്കട്ടെ. കുമാരൻ പറഞ്ഞിട്ട്. കുമാരൻ പറഞ്ഞിട്ട്. ഇവനാണ് കുമാരനല്ലേ? ആ. അച്ഛാ, നല്ല തടി. ഇവനവിടെ കാച്ചാലോ? ചുമ്മാ ഇല്ലടാ. സാല ജോണി വിശ്വം പറഞ്ഞു കുമാരൻ. ഇവന്റെ മേത്തൊരാള് കൈവച്ച ആ കൈ കണ്ടാണോ ജോണിക്ക് ഇഷ്ടമല്ല? വേണ്ട കുമാരട്ടാ. ചുമ്മാ ഇരിക്കേ. കുമാരട്ട വാ. വരാൻ. അതെ, അന്ന് നമ്മൾ തമ്മിൽ തല്ലിയതിന് ഒരു കാര്യവും കാരണമൊക്കെ ഉണ്ടായിരുന്നു. അത് അന്നത്തോടെ കഴിഞ്ഞു. ഇപ്പൊ ഞങ്ങൾ വന്നിരിക്കുന്നത് നിങ്ങളെ പോലെ പണിയെടുക്കാനാ. നമുക്ക് സന്തോഷമായിട്ട് ചങ്ങാതിമാരായിട്ട് കഴിയാം. അപ്പൊ കുമാരൻ നിന്റെ വരുതിക്ക് ജീവിക്കണം. വേണ്ട, ഞാൻ കുമാരന്റെ വരുതിക്ക് കഴിഞ്ഞോളാം. അപ്പൊ കുഴപ്പമില്ലല്ലോ. മര്യാദക്ക് ജീവിച്ചാൽ നിനക്ക് നല്ലത്. ഞാൻ മര്യാദയ്ക്ക് തന്നെ ജീവിച്ചോളാം. പക്ഷെ കുമാരേട്ടൻ മര്യാദയായിട്ട് കാണിച്ചാൽ ഞാനും മര്യാദയായിട്ട് കാണിക്കും. അപ്പൊ എന്നെ കുറ്റം പറയരുത്. ഓക്കെ? കയ്യും തന്നെ. കുളി കഴിഞ്ഞപ്പോ ക്ഷീണം അങ്ങോട്ട് മാറി. ഒരാഴ്ച ഇത്തിരി മേലുവേദന ഉണ്ടാവും. പിന്നെ പ്രശ്നമില്ല. നീ കേറുന്നില്ലേ? നീ പോയിക്കോ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ. വെയിലുകൊണ്ട് മനുഷ്യൻ ഉരുകിപ്പോയി. ഒന്ന് തണുക്കട്ടെ. അധികം തണുക്കണ്ട. തണുത്താ ചിലപ്പോ നാട്ടുകാർ കൈ ചൂടാക്കും. ഈ വേലുസ്വാമി ഇല്ലാണ്ട് ഒരു രസമില്ല. അവന്റെ കാര്യമൊക്കെ അങ്ങനെ. കാടാറ് മാസം നാടാറ് മാസം. ഇവിടെ ഈ വിറവ് വാങ്ങാൻ കിട്ടാത്തത് വലിയ ബുദ്ധിമുട്ടാണ്. ഭാനുവിനോട് പറഞ്ഞാ മതി, അവളെ കാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് തരും. കുറച്ചേർക്ക് അവളെ പേടിയാ. അങ്ങനെ ആർക്കാ പേടിയില്ലാത്തത്? അവളെ പേടിച്ചാരും ആ വഴി നടപ്പില്ല എന്ന് പണ്ടൊരു കവിത എഴുതിയത് മുത്തശ്ശിയുടെ ചെറുമോളെ കണ്ടിട്ടാ. ശൂർപ്പണകയാ. വെറും പാവാ. അത് കാട്ടല്ല. എന്തായാലും വെളിയിലൊക്കെ നല്ല പേരാ. ഇനി പണിയെടുത്ത് ക്ഷീണിച്ചു വരുമ്പോ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കി തരാൻ ഒരാള് വേണം. ഒക്കെ വേണം മുത്തശ്ശി. കയ്യിൽ ഇത്തിരി കാശ് വന്നോട്ടെ. അല്ല മോനെ, ദാമ പോയിട്ടൊരു എഴുത്തും കൂടി അയച്ചില്ലല്ലോ. വരും. ചിലപ്പോ പണിയൊന്നും ശരിയായിട്ടുണ്ടാവില്ല. എന്തോ ആപത്ത് പറ്റി നിന്റെ ഉള്ളിലിരുന്ന് ആരോ പറയണ പോലെ. ഈശ്വരാ ഭഗവാനെ, ഇവൻ ഇത് എവിടെ പോയി കിടക്കുകയാണ്? എന്റെ കുട്ടിക്ക് ഒരു ആപത്ത് പറ്റല്ലേ. ഞാനൊരു കാഴ്ച കണ്ടു മോനെ. ഈ കല്ലിലൊക്കെ കൊത്തിയെടുത്ത എങ്ങനെ ഇരിക്കും? ആരാ? ഒരൊറ്റ നോട്ടം ഞാൻ കണ്ടുള്ളൂ. കരിമ്പെന്ന് വെച്ച നല്ല പച്ച കരിമ്പിന്റെ ആരാടാ? നമ്മുടെ രാക്കമ്മയുടെ മോള് ബാനു. അവളെന്താ നിന്റെ സ്വന്തം? എനിക്കിഷ്ടല്ല.
അവളെ ആരും നോക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അരേ ആഷിഖ്, എടാ കള്ള കാമുക, വെറുതെ അല്ല നീ ഇവിടെ തന്നെ കുറ്റിയടിച്ചത്. അവള് കിടന്ന് തുള്ളുമ്പോ കരണക്കുറ്റിക്കിടന്ന് കൊടുക്കേണ്ടതിന് പകരം ഇളിച്ചോണ്ട് നിക്കണത് ഇതാണല്ലേ? ഇഷ്ക് ഇഷ്ക് ഇഷ്ക്. നീ വെറുതെ വേണ്ടാതെ അവളറിഞ്ഞ വെട്ടിയത് എന്റെ അമ്മ. അപ്പോൾ അറിഞ്ഞിട്ടില്ല, അറിയിക്കടാ. ചാരേ സാലേ